PSC ലിസ്റ്റിൽ പെട്ട എല്ലാവർക്കും ജോലി എന്ന ഒരു നില കേരളത്തിൽ ഒരു കാലത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്ത്യ ആകെയുള്ള സംസ്ഥാനങ്ങൾ എടുക്കുക. ആകെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ PSC വഴി നിയമനം നടത്തിയിട്ടുള്ളത് കേരളത്തിലാണ്. അത് ആക്ഷേപിക്കാനല്ലല്ലോ, അത് അവരുടെ ഒരു യോഗ്യത നോക്കിയിട്ടുള്ള ഒരു വസ്തുത പറയാനല്ലേ. എന്തായാലും പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ തുടർച്ചയായി സ്വീകരിച്ചു വരുന്നൊരു നിലപാടാണ്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. ആവശ്യത്തിനേക്കാൾ കൂടുതൽ ആളുകൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ട്. അത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടത്, എല്ലാ തലത്തിലും പരിശോധിക്കേണ്ടുന്ന പ്രശ്നമാണ്. PSC ഒരു സ്വതന്ത്ര സ്ഥാപനമാണല്ലോ. അപ്പോൾ PSC എടുക്കുന്ന ഈ നിലപാട് ആണ് കേരളത്തിൽ തുടരുന്നത്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ ഇടപെടുക എന്നുള്ളൊരു സമീപനമൊന്നും ഗവൺമെൻറ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. ഇനി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് അതിൻ്റെ കാര്യമായിട്ട് ആലോചിക്കാവുന്നതാണ്. PSC ലിസ്റ്റിൽ പെട്ട എല്ലാവർക്കും ജോലി എന്ന ഒരു നില കേരളത്തിൽ ഒരു കാലത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്ത്യ ആകെയുള്ള സംസ്ഥാനങ്ങൾ എടുക്കുക. ആകെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ PSC വഴി നിയമനം നടത്തിയിട്ടുള്ളത് കേരളത്തിലാണ്. ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നിൽക്കുന്ന സമയത്ത് സർക്കാരുമായി കൂടിയാലോചിച്ച് ചർച്ച നടത്തി പരിഹാരം കാണുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയൊരു സമീപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സർക്കാരിന് ചെയ്യാൻ കഴിയുക? ഞാനൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനാണ്. നിരവധി സമരങ്ങൾ ഞാനൊരു അരനൂറ്റാണ്ടോളം കാലമായിട്ട് ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞങ്ങളൊക്കെ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഈ തരത്തിലല്ല സമരങ്ങൾ. ഒരു സമരം തുടങ്ങുമ്പോൾ ആ സമരം എവിടെ ചെന്ന് എത്തിക്കും എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്കുണ്ടാവും. ഡിമാൻഡ് ചില സമയത്ത് പരിഹരിക്കാൻ കഴിയുന്ന ഡിമാൻഡുണ്ടാവും, പരിഹരിക്കാൻ കഴിയാത്ത ഡിമാൻഡുണ്ടാവും. പരിഹരിക്കാൻ കഴിയാത്ത ഡിമാൻഡിന് ഏതറ്റം വരെ പോകാം. പരിഹരിക്കാൻ കഴിയാത്ത ഡിമാൻഡ് തുടർന്ന് ഭാവിയിൽ അതെങ്ങനെ കൈകാര്യം ചെയ്തു പോകാം. ഇതെല്ലാമായിട്ടുള്ള വ്യക്തമായ ധാരണയോടുകൂടിയാണ് ഞങ്ങളൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയൻ രീതിയിൽ സമരങ്ങൾ ആസൂത്രണം ചെയ്യുകയും സമരം നടത്തുകയും പല സമരങ്ങളും ഒരു ഒത്തുതീർപ്പില്ലാതെ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ട്രേഡ് യൂണിയൻ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയല്ല ഈ സമരങ്ങളിലൊന്നും കാണുന്നത്. അത് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ അഭിപ്രായം പറയുന്നുണ്ടല്ലോ. അല്ല, റാങ്ക് ലിസ്റ്റിൻ്റെ വലിപ്പം കുറയ്ക്കാൻ പറ്റുമല്ലോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ട പ്രശ്നമാണ്, ചർച്ച ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. അത് അവരും പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചത്? അത് സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നതൊക്കെ ഒരു കഠിനമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പിറകിലുള്ള കഠിനാധ്വാനത്തെ ആർക്കും മാനിച്ചേ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം ഇങ്ങനെയാണ്. ആ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഭാവിയിലും ആലോചിക്കേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യത്തിൽ ലിസ്റ്റിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. ആ സാഹചര്യം പരിശോധിച്ച് ഭാവിയിൽ എന്ത് മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ളത് എല്ലാ തലത്തിലും ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് ഏതെങ്കിലും ഒരു കൂട്ടർ മാത്രം ആലോചിക്കേണ്ടതല്ല. പരസ്പരം ആലോചന നടത്തി അഭിപ്രായ സമന്വയം ഉണ്ടാവേണ്ടുന്ന പ്രശ്നമാണിത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയും. നിയമത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.